ഗായ്സ്, അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ദുബായിലേക്ക് പോവാണ് 4 മാസത്തിന് ശേഷം. ഞാൻ പോണ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇമ്മ എളാമാരെ എല്ലാവരും കരഞ്ഞോണ്ട് കാണേ. അനിയത്തി അവിടെ ഇരുന്നാണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഇമ്മാന്റെ കരച്ചിലാണ് ആ കാണുന്നത്. ബാപ്പ കരഞ്ഞ് പകുതി അതിന്റെ ഉള്ളിക്ക് പോയിണ്. ഇല്ലല്ലേ, അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മായിമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. എന്റെ അനിയത്തി കുട്ടിനോട് വിളിച്ചു. അപ്പൊ നമ്മളെ നാത്തൂന് ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ നാത്തൂൻ പോലും പോയത്. അപ്പൊ ബാക്കി വിശേഷം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ പോകുന്നത് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. പോകുന്ന സങ്കടത്തിൽ മാമൻ നിൽക്കുകയാണ്. മാമന് ഞാൻ പോണേനല്ല, കുട്ടി പോണേനുള്ള കാട്ടാൻ ആളില്ല. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോയ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അവളൊന്ന് ഉറങ്ങി. പിന്നെ ഫ്ലൈറ്റ് വരാനുള്ള എൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി തന്നെ. ഇപ്പോൾ സോയ നല്ല കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതാണ് ഞങ്ങൾ ദുബായിലേക്കാണ് ടിക്കറ്റ് എടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം റാസൽ ഖൈമയ്ക്കാണ് എടുത്തത്. കാരണം എന്താ വെച്ചാൽ ടിക്കറ്റ് ഫെയർ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് ദുബായ് കാലിക്കറ്റിൽ നിന്ന് പോന്നു. നേരെ നമ്മൾ റാസൽ ഖൈമ എയർപോർട്ടിലേക്ക് എന്ത് ചെയ്തു, ലാൻഡ് ചെയ്തു. അപ്പോൾ പിന്നെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്തിറങ്ങി. മാഷാ